ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒരു പുതിയ പരിശീലകന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ഉള്ളത്. അധികം വൈകാതെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു പരിശീലകനെ നിയമിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകന് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനെ ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ ഒരു പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ സജീവമാണ്. അന്റോണിയോ ലോപ്പസ് ഹബാസിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് ഫലം കണ്ടിട്ടില്ല എന്നാണ് ചില മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ മറ്റു പല പേരുകളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഹൈദരാബാദിന്റെ പരിശീലകനായിരുന്ന താങ്ബോയ് സിംഗ്ടോയുടെ പേര് കൂടി ഇപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. 90 സ്റ്റോപ്പേജിന്റെ മാധ്യമ പ്രവർത്തകനായ ധനഞ്ജയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് സിംഗ്ടോയെ കൂടി പരിഗണിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഒരു ഇടക്കാല പരിശീലകനായിക്കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രൈമറി ടാർഗറ്റിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല, അത് ഇപ്പോഴും തുടരുകയാണ്. അത് ഫലം കണ്ടിട്ടില്ലെങ്കിൽ സിംഗ്ടോയെ ഒരു ഇടക്കാലത്തേക്ക് പരിശീലകനായിക്കൊണ്ട് നിയമിക്കുക, അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്ലാൻ. എന്നിട്ട് ഈ സീസണിന് ശേഷം ഒരു സ്ഥിരമായിക്കൊണ്ട് ഒരു പരിശീലകനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് സിംഗ്ടോ. എന്തെന്നാൽ മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിൽ അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ട് സിംഗ്ടോ പ്രവർത്തിച്ചിട്ടുണ്ട്. ക്ലബിന്റെ മോശം പ്രകടനത്തെ തുടർന്നായിരുന്നു ഹൈദരാബാദ് FC അദ്ദേഹത്തെ പുറത്താക്കിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ആരാധകർക്ക് ഇപ്പോൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഒരു ഇടക്കാല പരിശീലകനെ നിയമിക്കാനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് സ്റ്റാറയെ ധൃതി പിടിച്ചുകൊണ്ട് പുറത്താക്കിയത് എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ സീസൺ പൂർത്തിയാക്കാനുള്ള ഒരു അവസരം സ്റ്റാറയ്ക്ക് നൽകാമായിരുന്നില്ല എന്ന് പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.